മലയത്തെ വെള്ളമൊക്കെ താഴ്ത്തിക്ക് തൂച്ച് വരിക. മീനോ ഇതിലോ പിന്നെ ഇതിലൊന്നും ഉണ്ടാവില്ല. ഇത് വെള്ളം മാത്രമാ. അല്ല, അത് ചളി വെള്ളം നിലത്ത് വീണതൊക്കെ. മേലെന്ന് വരണത് നല്ല വെള്ളമുണ്ട്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടിട്ട് നോക്കിയാലും തോന്നുന്നുണ്ടോ? ഇത് കുറെ വീട്ടുകാരുടെ ഒരു കുടിവെള്ളം എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നോക്കിയാൽ വെള്ളമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ മലയുടെ മീതിൽ നിന്ന് ഉള്ള മലയുടെ ഉള്ളിലുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് വന്നിട്ട് അതിങ്ങനെ ഈ ഒന്ന് കൊടുന്ന് കാണിച്ചേ, ഇതേപോലെ തുള്ളിയായിട്ട് വന്നിട്ട് ഇപ്പോൾ നല്ല ഈ വേനൽക്കാലമായി വന്നാൽ കുറച്ചും കൂടി സ്പീഡിൽ വെള്ളം വരും. ഇങ്ങനെ ഇതേപോലെ തുള്ളിയായി വന്നിട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതിലേക്ക് വരും. കുറച്ചുകൂടി സ്പീഡിലാണ്. കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇവിടെ കുറേ വീട്ടുകാർ അങ്ങനെയാണ് വെള്ളം ശേഖരിച്ചിട്ടാണ് ഇവിടുത്തെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കുന്നത്. കാട്ടിൻ്റെ നടുവിൽ ഇടിഞ്ഞു പൊളിഞ്ഞെടുക്കുന്ന ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തു തന്നല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ചോല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ കാലത്തും വറ്റാത്ത ഒരു ഉറവയായിട്ട് ഇതിങ്ങനെ വരുന്നതെന്നാണ് അവിടുത്തെ ആളുകളുടെയൊക്കെ സങ്കല്പം. അപ്പോൾ എന്തായാലും എല്ലാ കാലത്തും ശരിയാണ്. എല്ലാ കാലത്തും അത് വറ്റാത്തത് അങ്ങനെ ആ ഉറവ അങ്ങനെ നിലനിൽക്കാറുണ്ട് എല്ലാ കാലത്തും. ഇപ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിയതായിട്ട് കാണുന്നത്. വറ്റിയെന്ന് പറയാൻ പറ്റില്ല, ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം അങ്ങനെ വെള്ളം വരുന്നത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവാറുണ്ടെന്ന് മാത്രം. എന്നാലും എല്ലാ കാലത്തും വെള്ളം എല്ലാ കാലത്തും ഇങ്ങനെ നിർത്താതെ വരാറുണ്ട്. കുറച്ചപ്പുറത്ത് ഇതിൻ്റെ കുറച്ച് മീതെയായിട്ട് വേറെ ഒരെണ്ണം കൂടിയുണ്ട്. അതിൽ എല്ലാ കാലത്തും നല്ല സമൃദ്ധമായിട്ട് വെള്ളം കിട്ടും. പക്ഷേ കുറച്ചപ്പുറത്തേക്ക് കയറി ചെല്ലണം എന്ന് മാത്രം. അത്യാവശ്യം ദൂരം നടന്ന് ചെല്ലണം. കുറച്ച് കുത്തനെയുള്ള കയറ്റുണ്ട്, അവിടേക്ക് കയറി ചെല്ലണം.